ഭക്ഷണം കഴിക്കണ്ടേ? പാലാ കുടിച്ചില്ല, ഭക്ഷണം കഴിക്കണ്ടേ? അപേക്ഷണമേ അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമേ. അത് കിടന്ന് നോക്കിയേ. ഒന്നും കൂടെ നോക്കിയേ. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ ആദ്യമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇന്ന് അംഗനവാടിയിൽ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ ആദുവിൻ്റെ ഫസ്റ്റത്തെ ഓണ സെലിബ്രേഷനാണ്. ആദ്യം ഇങ്ങനെ പഠിക്കാനൊക്കെ പോയി ഇങ്ങനെ, അതായത് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഇപ്പം അംഗനവാടി അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനായിട്ടുള്ള തുടക്കമാണല്ലോ. അപ്പം അങ്ങനത്തെ ഇതിലെ ഫസ്റ്റത്തെ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ ആദ്യമാണ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കണേ. ആദ്യന് അംഗനവാടി പോകണ്ട, അതായത് രാവിലെ എണീക്കുമ്പോൾ ഉള്ള സെയിം പല്ലവി തന്നെ അവൻ അംഗൻവാടി പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കച്ചിലാണ്. കാര്യവും കൂടി എന്താ അംഗൻവാടി പോകേണ്ടത്? കാര്യം എന്താ? ടീച്ചർ പറയും മമ്മി ഇപ്പൊ വരുമെന്ന് പറയും. അവന് അംഗൻവാടിയിൽ ചെന്ന് കഴിഞ്ഞാൽ മമ്മീനെ കാണണം. അപ്പൊ ടീച്ചർ പറയൂലേ മമ്മി ഇപ്പൊ വരും, അത് കരയണ്ട, അങ്ങനെ പറയൂലേ. അതാണ് കാര്യമെന്ന്. അവന് ഫുൾ ടൈം ഞാൻ എന്നെ കണ്ടോണ്ടേ ഇരിക്കണം. അമ്മേനോട് എന്താ സ്നേഹം. ഇതൊക്കെ വളർന്നു വന്നു കഴിയുമ്പോ ഉണ്ടാവോ എന്നാവോ, വലുതായി കഴിയുമ്പോൾ ഉണ്ടാവോ നിനക്ക് എന്നോട് ഇത്ര സ്നേഹം? ഉണ്ടാവോ? എന്താ വിളിച്ചിരിക്കണ അത്? അത് വിളിച്ചിരിക്കണ അതിന് നാണം വന്ന. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരല്ല, കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ, ആർക്കും നഷ്ടമില്ലാത്തൊരു ഉപകാരമല്ലേ. അപ്പോൾ അതേപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. ഓരോ വിശേഷങ്ങളും തുടക്കം മാത്രം കണ്ടു കഴിഞ്ഞാൽ അറിയില്ലല്ലോ, ഫുള്ള് കണ്ടാലല്ലേ ഓരോ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ കാണാൻ ഞാൻ ആരും നിർബന്ധിക്കൊന്നുമില്ല. പിടിച്ചിരുത്തി കാണണം, അത് ഫുള്ള് കാണണം എന്നൊന്നും ഞാൻ പറയുന്നത്. എന്താ പിന്നെ ഒരു എരിവില്ല, ഇച്ചിരിക്കോളം പരിപ്പാണ് അതിന് എരിവ്. ചപ്പാത്തിയും പരിപ്പാണ് അതിന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പരിപ്പ് കറി കൂട്ടിയപ്പോഴേക്കും അവന് ഭയങ്കര എരിവെന്ന്. ശരിക്കും പറഞ്ഞാൽ അവന് എരിവെന്ന് അങ്ങനെ അധികം കൂട്ടി തുടങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ പിന്നെ ഇച്ചിരി കൂട്ടുവാണ്, ഒരിടക്ക് ആയപ്പോഴേക്കും എരിവ് കൂട്ടലൊക്കെ നിർത്തിക്കളഞ്ഞു, ഒട്ടും കഴിക്കാണ്ടായി. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ എങ്ങനെ എരിവൊക്കെ കുറച്ച് കൊടുക്കും. അല്ലേ വലുതായി കഴിഞ്ഞാൽ പിന്നെ എരിവൊന്നും കൂട്ടൂലല്ലോ, ഫുള്ള് പുഴുങ്ങിയത് മാത്രമായിട്ട് എങ്ങനെ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് എരിവൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എരിവ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന് ഭയങ്കര എരിവെന്ന്. അല്ലാണ്ട് മുളകൊടി ഉപ്പൊക്കെ വല്ല കലക്കിയൊക്കെ വല്ല പച്ചമാങ്ങയൊക്കെ കൊടുത്തന്നെ ഇപ്പം തന്നെ എല്ലാം കൂടി വാരി തിന്നുവേ. കറിയിൽ മാത്രം മുളകൊടി ഇച്ചിരി കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിൽ പാനിപ്പൂരിക്ക് അത് കുറച്ച് എരിവുള്ളതായിരുന്നു ആ പാനിപ്പൂരി. അത് അവൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചല്ലോ, അതുകൊണ്ട് അവനത് കഴിച്ചു. അവന് എരിഞ്ഞെങ്കിലും അവനത് ഫുള്ള് കഴിച്ചു. പക്ഷെ ഇതൊക്കെ കഴിക്കാൻ തന്നെ നമ്മളായിട്ട് നിർബന്ധിപ്പിച്ച് തീറ്റിക്കണല്ലേ, അതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഉടുപ്പൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഓണ സെലിബ്രേഷൻ ആയതുകൊണ്ട് ഒരു മുണ്ടെടുക്കണമെന്നാണ് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുണ്ടെടുക്കാനായിട്ട് എപ്പോഴും ഇവനെ മുണ്ടെടുപ്പിക്കണമൊക്കെ ചേട്ടയാണ്. പക്ഷേ ഇന്നിപ്പോൾ ചേട്ടയില്ല. അപ്പോൾ ഞാനൊരു കണക്കിന് പിന്നെ ഒട്ടിക്കണം ഉണ്ടാണ്, അല്ലാതെ മറ്റ് സാധാ മുണ്ടാണെങ്കിൽ നമ്മൾ പെട്ടുപോയാനെ. ഒട്ടിക്കണം ഉണ്ടായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒട്ടിച്ച് വിടാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതെന്താ ഇവൻ്റെ അരയിൽ ഇതിൻ്റെ അളവ് കറക്റ്റ് ആവുന്നില്ല. പക്ഷേ ചേട്ട ഇതെങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇവനെ ഉടുപ്പിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് എന്താ ഞാൻ എൻ്റെ പണി എന്താ പറയുക, എന്താ 18 അടവ് എടുത്തിട്ട് ഈ സാധനം ഉടുപ്പിക്കാൻ പറ്റണില്ല. അപ്പോൾ ഉടുപ്പിക്കാൻ പറ്റണില്ലെന്ന് അവന് കണ്ടു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഒരു സൈഡിൽ നിന്ന് തങ്ങാണ്ട് വലിച്ചുരുക്കളയും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതെടുക്കും. അതെടുത്ത് കഴിയുമ്പോഴേക്കും ഒരു സൈഡ് ഒട്ടി വരും, പക്ഷേ അതിൻ്റെ അറ്റ ഭാഗം വെറുതെ ഇങ്ങനെ നീണ്ടു കിടക്കും. അപ്പോൾ നീണ്ടു കിടക്കണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചേട്ടനെ വീഡിയോ കോൾ ചെയ്തു. ഫോൺ വിളിച്ചിട്ട് ചേട്ടനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ചേട്ടൻ എടോ ഇത് ഇങ്ങനെയല്ല, ഇത് ഇപ്പുറത്തോട്ട് ഒട്ടിക്കണം, അതേപോലെ അത് കുറച്ച് മടക്കി ഒട്ടിക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ ഞാൻ മടക്കി ഒട്ടിക്കാന്നൊക്കെ പറഞ്ഞു. മടക്കി ഒട്ടിക്കാന്ന് പറഞ്ഞ് ഞാൻ മടക്കി ഫ്രണ്ട് ആ ഉള്ളിലോട്ടുള്ള ഭാഗം കുറച്ച് മടക്കി ഒട്ടിച്ചിട്ട് പിന്നെ ഒട്ടിച്ചപ്പോഴും അവിടെ ഇച്ചിരി ഭാഗം ഇങ്ങനെ നീണ്ടു തന്നെ കിടക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ബാക്കിയുള്ള ഭാഗം ഒട്ടാനിട്ട് അവിടെ ആ സ്റ്റിക്കർ വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, മുണ്ടിൻ്റെ ഭാഗം അവിടെ ഇട്ടാം, ആ ഷർട്ടങ്ങൾ ഉടുപ്പിക്കാം, ഏതെങ്കിലും ഒരു പണി കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ മുണ്ടുടുപ്പിക്കാൻ വേണ്ടിയിട്ട് സുജീനെ വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സുജീനെ വിളിച്ചിട്ട് സുജി അത് എങ്ങനെയൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സുജിനോട് ഇങ്ങനെ പറഞ്ഞു, കാരണം ചേട്ടൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞു കറക്റ്റ് ആ വരയെന്നുള്ളത് റൈറ്റ് ലെഗിൻ്റെ അവിടെ ആ വര ഇങ്ങനെ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴേക്കും സുജി ആദ്യമൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങോട്ട് കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. കാരണം സുജിക്കും ഇങ്ങനെ മുണ്ടെടുക്കണതിനോട് ശരിക്കും പിന്നെ വലിയ ഒരു പിടുത്തമൊന്നുമില്ല. പിന്നെ ആണുങ്ങളാകുമ്പോൾ പിന്നെ ഇടയ്ക്കെങ്കിലും കൊടുത്ത് ശീലം ഉണ്ടാവുമല്ലോ.
പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സുജിനെ വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് സുജി അതിനകത്ത് എങ്ങനെയൊക്കെയോ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് നോക്കുന്നുണ്ട്. ഞാനപ്പോൾ ഉടുക്കണേൻ്റെ ഇടയ്ക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അവനോടൊന്ന് തിരിയെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൻ അവിടെ കിടന്ന് ഓരോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവനെ സുജി ഇങ്ങനെ ഉടുപ്പിക്കണ നേരം കൊണ്ട് എനിക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ. അപ്പോൾ രാവിലത്തേക്ക് കോരിവെച്ച് ചപ്പാത്തിയും പരിപ്പറിയായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ എന്ത് ചെയ്തു, പരിപ്പറിയൊക്കെ കുറച്ച് കൂടുതലെടുത്തു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കണേണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പലഹാരങ്ങളെക്കാളും കുറച്ചും കൂടി കൂടുതൽ കറി എടുക്കാം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ. ഈ പലഹാരങ്ങൾ ഒരുപാട് കഴിക്കുന്നതിനേക്കാളും കറി കൂടുതൽ കഴിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സുജി അവൻ ഉടുപ്പിച്ചൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങ് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതാ നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനും പോകുന്നുണ്ട്, കാരണം ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് സുജി പറഞ്ഞു ചേട്ടത്തിയും കൂടെ വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും പോവുകയാണ്. അപ്പോൾ പോണ വഴി ഇവന് പൂ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വേറെ റോട്ടിൽ ഒരു പൂക്കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു. അതിന് നേരെ അംഗൻവാടിയിലെത്തി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നല്ല സുന്ദരികളൊക്കെ ആയിട്ട് നല്ല റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഓണത്തിൻ്റെ സമയത്ത് എല്ലാവരും ഡ്രസ്സ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും എല്ലാവരും കാണാൻ നല്ല പ്രത്യേക ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഈ കുഞ്ഞു കുട്ടികൾ അതേപോലെ റെഡി ആയിരിക്കുമ്പോഴേക്കും നല്ല ക്യൂട്ടായിരിക്കുമല്ലോ കാണാനായിട്ട്. അപ്പോൾ കുട്ടികളുടെ പാരൻസും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പൂവൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കിള്ളാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അവിടെ പാരൻസ് കൂടി ഇരുന്നിട്ട് ആ പൂവൊക്കെ എല്ലാം കിള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ സമയത്ത് നേരം ഉണ്ടായിരുന്നില്ല, കാരണം വന്നു കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള കറി ഉണ്ടാക്കണം, അതേപോലെ അതിന് അംഗൻവാടിയിലോട്ടുള്ള പച്ചടി ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനോട് പറഞ്ഞു മമ്മി പോയിട്ട് വേഗം വരാം, 12 മണിയാകുമ്പോഴത്തേന് എത്തണമെന്നായിരുന്നു ടീച്ചർ പറഞ്ഞേച്ചത്. ഇന്നും അപ്പോൾ ചാളയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇന്ന് ചാളയാണ്. ചാള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം തിളപ്പിക്കല്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വറുക്കാൻ രസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ അതും ഇന്ന് അംഗൻവാടിയിലോട്ട് സദ്യക്കുള്ള പച്ചടിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അമ്മച്ചി ഇപ്പോൾ വന്നേക്കൊണ്ട് അമ്മച്ചി വെണ്ടക്ക അരിയുന്നുണ്ട്. അപ്പോൾ വെണ്ടക്ക കൊണ്ടുള്ള പച്ചടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സമയമില്ല, വേഗം ചെയ്യണം. അപ്പോൾ ചാളയെ വറുക്കാൻ വേണ്ടി പെട്ടെന്ന് രസം ഉണ്ടാക്കണം, അപ്പോൾ പച്ചടിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ വേഗം പരിപാടി ചെയ്യട്ടെ കേട്ടോ. അമ്മച്ചിയും അപ്പച്ചിയും കൂടിയായിരുന്നു വന്നത്, കാരണം അപ്പച്ചിക്ക് വേറൊരു പരിപാടിക്ക് പോകേണ്ട. അപ്പോൾ ആ വഴി അമ്മച്ചിനെ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിനെ കൊണ്ടുവന്നാക്കി. അങ്ങനെ അപ്പച്ചി വേഗം പോവുകയും ചെയ്തു. അപ്പോൾ അമ്മച്ചി അതിന് വന്നിട്ട് ചോദിച്ചു എന്ത് ചെയ്യണം, ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്ത് തന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം വെണ്ടക്ക അരിഞ്ഞിട്ട് അതൊന്ന് വറുക്കണം. അപ്പോൾ കാരണം വെണ്ടക്കയുടെ പച്ചടി ഉണ്ടാക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ റോസമ്മയുടെ കയ്യിൽ വെണ്ടക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ചാള വെട്ടാൻ വേണ്ടി പോയി. അപ്പോൾ അമ്മച്ചി വെണ്ടക്ക റെഡിയാക്കണ നേരത്തിന് ഞാൻ ആ ചാളയൊക്കെ എല്ലാം വെട്ടി അതൊക്കെ ഉപ്പ് പുരട്ടി വറുക്കാൻ വേണ്ടി റെഡിയാക്കാമല്ലോ. ചാള കറിയൊക്കെ ഒന്നും വെക്കാനില്ലാത്തതുകൊണ്ട് വേഗം പരിപാടി കഴിയും, വറുക്കാൻ മാത്രം പുരട്ടി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ചാളയെല്ലാം ഞാൻ വെട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പും മുളക് പൊടി എല്ലാ സാധനമൊക്കെ ഇട്ട് പുരട്ടി അത് വറുക്കാൻ വേണ്ടി അത് ഫ്രിഡ്ജിലോട്ട് കയറ്റി. അപ്പത്തേനും അമ്മച്ചി വെണ്ടക്ക എല്ലാം വറുത്തും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വെണ്ടക്ക വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ തേങ്ങയൊക്കെ എല്ലാം അരച്ച് തൈരും കൂടെ ഒക്കെ ഇട്ട് പച്ചടി റെഡിയാക്കി. ഇനി അതൊന്ന് താളിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ താളിച്ചെടുക്കാൻ വേണ്ടി തൈരിനാണെങ്കിൽ പുളി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തൈരിനാണെങ്കിൽ ഒരു തരി പുളി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു ഇച്ചിരി ഉപ്പ് മുമ്പുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമുണ്ടായില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ഇങ്ങനെ ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ഒരു നേരി ഉപ്പ് മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതേപോലെ അത് കഴിഞ്ഞിട്ട് രസവും ഉണ്ടാക്കി. അങ്ങനെ കറികളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നിട്ട് ചോറ് വന്നിട്ട്, അതായത് അംഗൻവാടിത്തെ പരിപാടി കഴിഞ്ഞ് വന്നിട്ട് ചോറ് തിന്നാന്നിട്ട് തിളപ്പിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് നേരെ അംഗൻവാടിയിലോട്ട് പോയി. അംഗൻവാടി ചെന്നപ്പോഴത്തേനും ടീച്ചർ അത്തപ്പൂക്കളെല്ലാം ആയിട്ട് ഓണാശംസകളൊക്കെ എഴുതി എല്ലാം നല്ല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണ് ആദ്യമേ ചെന്നത്. ഞങ്ങൾ വിചാരിച്ച് 12 മണി ആയല്ലോ, അപ്പോൾ 12:30 ആകുമ്പോഴേക്കും കൊച്ചുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ചെന്നു. പക്ഷേ എന്നാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ബാക്കിയുള്ള കുട്ടികളുടെ പാരൻസൊക്കെ വരാനുണ്ടായിരുന്നു ഓരോ കറികളൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് പിള്ളേർക്ക് സദ്യ എല്ലാം വിളമ്പി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നല്ല പിള്ളേരായിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പിള്ളേർക്കും ഇങ്ങനെ ചിപ്സും മറ്റേ ചക്കവരട്ടിയും ആദ്യം കൊടുക്കുമ്പോഴേക്കും അത് എല്ലാവരും ആദ്യമേ തിന്ന് തീർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വാഴയിലോ ഓരോ കറികളൊക്കെ ആയിട്ട് ഇങ്ങനെ വിളമ്പി അങ്ങനെ പച്ചടി ഉണ്ടായിരുന്നു, ക്യാബേജ് ഉണ്ടായിരുന്നു, അങ്ങനെ അവിയലും സാമ്പാറും ഓരോ കറികളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു സദ്യയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പിള്ളേരെല്ലാം ഇങ്ങനെ നിരന്ന് നല്ല പിള്ളേരായിട്ട് ഇരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കാലൊക്കെ ഇങ്ങനെ ഒരു സൈഡിലോട്ടൊക്കെ കുത്തി മറിച്ച് വെച്ചിട്ടൊക്കെ ഇരുന്നേച്ച് അവൻ്റെ ഇരിപ്പ് കണ്ടിട്ടായിരുന്നു ശരിക്കും എല്ലാവരും ചിരിച്ചോണ്ടിരുന്നേച്ച്. ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എടാ നീ മര്യാദക്കൊക്കെ ഒന്ന് ഇരിക്കുക, കാലൊക്കെ ഒന്ന് ഇതേപോലെ മടക്കി വെച്ചിട്ടൊക്കെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ ഇരുത്തി. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ എല്ലാം കൊടുത്ത് അതും എല്ലാം കറക്റ്റായിട്ട് കഴിക്കുകയും ചെയ്തു. പിന്നെ പായസം മാത്രം കുടിച്ചില്ല, കാരണം പായസത്തിനോട് അതിന് വലിയ താല്പര്യമില്ല. പായസം കുടിക്കാനായിട്ട് എല്ലാ പിള്ളേർക്കും പായസം കൊടുത്തു. അപ്പോൾ ഞാൻ ടീച്ചറോട് പറയുകയും ചെയ്തു, ടീച്ചർ അതിന് കൊടുക്കണ്ട, കാരണം അത് പായസം കുടിക്കില്ല, വെറുതെ എന്തിനാ പായസം വേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ പിള്ളേരുടെ സദ്യകളെല്ലാം കഴിഞ്ഞു. അതേപോലെ പിള്ളേർ ആ സമയത്ത് അതിന് മുന്നേ പൂക്കളത്തിൻ്റെ അവിടെ ഇരുത്തിയിട്ട് പിള്ളേരെ കൊണ്ട് ഇങ്ങനെ ഹാപ്പി ഓണമൊക്കെ പറയുകയും അതേപോലെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് സദ്യകളൊക്കെ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു.
അതിനാണെങ്കിൽ വീട്ടിൽ പോകാനായിട്ട് ഒരു ഇരിക്കപ്പുറത്തി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തുടങ്ങി ഞങ്ങളുടെ പുറകെ നടക്കുന്നത്, മമ്മി വാ വീട്ടിൽ പോകാം, മമ്മി പോകുമോ, മമ്മി എന്നിട്ടിട്ട് പോകുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും അമ്മ കടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ എല്ലാം കഴിച്ചു. രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അനിയന്മാരുടെ, അതായത് അവർ ട്വിൻസാണ്. അപ്പോൾ അവരുടെ ബർത്ത്ഡേ കഴിഞ്ഞ 19-ാം തീയതി ആയിരുന്നു. അപ്പോൾ അവർ ഇന്നലെ ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ആ ബർത്ത്ഡേ പരിപാടിക്ക് വേണ്ടി പോയി. അപ്പോൾ ഞങ്ങളായിരുന്നു അവിടെ ഫസ്റ്റിൽ ചെന്നത്. പിന്നെ ഞങ്ങളുടെ പുറകെ സെബാനും സ്നേഹ അവരും എത്തി. ഞങ്ങളാണെങ്കിൽ പോണ വഴി കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയപ്പോഴേക്കും അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് അവിടെ എല്ലാവരും എത്തിയെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു എല്ലാവരും എത്തി, നിങ്ങൾ മാത്രമേ വരാനുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടനോട് ചേട്ടാ അവിടെ എല്ലാവരും എത്തി, വാ നമുക്ക് വേഗം പോകാന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആരും എത്തിയിട്ടില്ല. അവൻ വെറുതെ ഞങ്ങളെ പറ്റിച്ചതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങി. അപ്പോൾ സ്നേഹ സെബാനും അവരും ഞങ്ങളുടെ പുറകെ തന്നെ എത്തി. പിന്നെ വേറെ കസിൻസ് പിള്ളേർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വേറെ മുതിർന്ന ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല, പിള്ളേർ മാത്രം ഉണ്ടായിരുന്നു കൂടി വെച്ച. അപ്പം അങ്ങനെ എല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ചോക്കോ വാനില അങ്ങനെ എന്തോ ഒരു ഫ്ലേവറുള്ള കേക്കായിരുന്നു, നല്ല കേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ആദ്യം പ്രാർത്ഥനയൊക്കെ ചൊല്ലി. ആദ്യമേ പ്രാർത്ഥനയുള്ള കാര്യം വിട്ടുപോയി, പിന്നെയാണ് ഓർത്ത് പ്രാർത്ഥനയില്ലല്ലോ കേക്ക് മുറിക്കുന്നതിന് മുന്നേ. പിന്നെ അതുകൊണ്ട് പിന്നെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടായിരുന്നു പിന്നെ കേക്കൊക്കെ മുറിച്ചത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നത്. കസിൻസ് പിള്ളേരായിട്ട് കുറേ നാളുകൾ, സെബാൻ്റെ കല്യാണത്തിന് ശേഷം ഇതുവരെ കൂടിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫസ്റ്റത്തെ ഒരു കൂടുതലായിരുന്നു, സ്നേഹമ്മയുടെയും കസിൻസ് പിള്ളേരായിട്ട് ഫസ്റ്റത്തെ കൂടുതലായിരുന്നത്. അപേക്ഷണമേ അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമേ. എല്ലാവരും കൂടെ കൂടുമ്പോൾ എപ്പോഴും നല്ലൊരു സന്തോഷം തന്നെയാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി നേരെ പിന്നെ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി തുടങ്ങി. ജപമാലയൊന്നും ചെല്ലിയില്ല കേട്ടോ. ഒരു സ്വർഗസ്നായ നന്മ എന്ന് പറയും, പിന്നെ ഒരു പിതാനും പുത്രനും. അത് ചെല്ലിയില്ലെങ്കിൽ പിന്നെ കേക്ക് മുറിക്കണേന് ആ ഒരു ദൈവത്തിൻ്റെ ഒരു നന്ദി പറയണമല്ലോ, ഇത്രയും നാൾ ജീവിതം തന്നേനും ഇത്രയും നല്ലൊരു ജീവിതം തന്നേനും ഒക്കെ. അപ്പം അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അവർ രണ്ടുപേരും എപ്പോഴും അവർ രണ്ടുപേരും നല്ലൊരു ബോണ്ടാണ്. ഈ ട്വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എപ്പോഴും ഈ ട്വിൻസുകൾ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ എപ്പോഴും ഒരു ബോണ്ട് ഉണ്ടാവും. കേക്ക് മുറിക്കണതിൻ്റെ ഇടയിൽ കുറച്ച് കേക്ക് എങ്ങനെയെങ്കിലും മുഖത്ത് തേച്ചില്ലെങ്കിൽ ആർക്കും ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ തേച്ച അത് അലീനയായിരുന്നു. അതേപോലെ അലീനയുടെ മുഖത്ത് തിരിച്ച് കിട്ടുകയും ചെയ്തു. അത് അലീനയുടെ മുടിയിൽ വരെ കേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുമാണെങ്കിൽ അലീന അവിടെ കേക്ക് കൊടുത്തിട്ടിരിക്കുകയാണ്. അതിനും ഭയങ്കര സന്തോഷം. ഈ കുറച്ചിടയിട്ട് എനിക്കാണെങ്കിൽ എപ്പോഴും ഈ എല്ലാ വീഡിയോസിലും ഒരു കേക്ക് കട്ടിങ് പരിപാടി എങ്ങനെ വന്നാലും ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം കേക്ക് മുറിക്കാൻ നേരത്തെ അതും നിന്നില്ല കേട്ടോ. അതും അലീനയുടെ കയ്യിലായിരുന്നു എന്ന് വെച്ചാൽ അവനാണത് പെട്ടെന്ന് മറന്നുപോയി എന്ന് തോന്നുന്നു. അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞു. എല്ലാവരും കൂടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് പരിപാടി തുടങ്ങി. ഡാൻസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ, എല്ലാ ഫംഗ്ഷനും നമുക്കൊരു ഡാൻസ് മസ്റ്റാണ്. പക്ഷേ ഈ ഡാൻസിൻ്റെ പരിപാടിക്ക് മുന്നേ അലീനയൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു 10-11 മണി കഴിഞ്ഞപ്പോഴായിരുന്നു ഡാൻസ് പരിപാടി തുടങ്ങിയത്. അപ്പോൾ അവർ രണ്ടുപേരും നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാൻസിൻ്റെ വീഡിയോയിലൊന്നും അലീനയൊക്കെ ഒന്നും കാണാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഡാൻസ് കളിച്ചത് തന്നെ. അതുകൊണ്ട് എന്താ ഫുഡ് കഴിച്ചതെല്ലാം പെട്ടെന്ന് തന്നെ ദഹിച്ചു പോയി. അപ്പോൾ അലീന ഫുഡ് കഴിക്കണ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവളാണെങ്കിൽ വായിലോട്ട് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ വായ ഇങ്ങനെ നിറച്ചിങ്ങനെ ബൾജ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.